ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്പോൾ ഓണമാണ്, അതുകൊണ്ട് തന്നെ ഹാപ്പി ഓണം ഗൈസ്. എൻ്റെ എല്ലാവിധ ഓണാശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഹാപ്പിയാണ്, അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിക്കുമല്ലോ. പിന്നെ ഓണമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ബിൽഡിങ് യുവർ സ്റ്റോർ സ്കോർ. അതായത് ഈ മൊഡ്യൂൾ നമ്മൾ 3 പാർട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ എന്തായിക്കോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ബട്ടൺസും ഓപ്ഷൻസും ഡാഷ്ബോർഡും ഷോപ്പിഫൈൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. എന്താണ് അതെങ്ങനെ നമ്മുടെ ഡേറ്റാസ് നമ്മളെങ്ങനെ വായിക്കുന്നത്, എന്താണ് നമ്മൾ പ്രോഫിറ്റിലാണോ പോണത് എന്നൊക്കെ അറിയണ്ടേ. പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് എവിടെ നിന്നാണ് വന്നത്, ഏത് പ്രോഡക്റ്റിനാണ് സെയിൽസ്, അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നെങ്കിലും കാണണ്ടേ. ഇതൊക്കെ എവിടെ നോക്കിയാലാണ് കിട്ടാമെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബട്ടൺസും ഓപ്ഷൻസും എന്താണ്, അതെങ്ങനെ വായിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓർഡേഴ്സ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക, ഡേറ്റാസ് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ ഈ ഒരു ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിഫൈൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ മെയിൻലി എന്തൊക്കെയായിരിക്കും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റവന്യൂ, ഡെയിലി ഓർഡർ വാല്യൂ, പിന്നെ ഡെയിലി സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ കൺവേർഷൻ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു ഷോപ്പിഫൈൻ്റെ ബെയർ ബോൺ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതായത് അതിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇന്ന് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പോക്ക് എന്തായിരുന്നു എന്നുള്ള ഒരു ബേസിക് കാര്യമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കണ ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ഷോപ്പിഫൈൻ്റെ ഡാഷ്ബോർഡ്. അടുത്തത് നമുക്കുള്ളത് ഓർഡേഴ്സാണ്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, കാരണം നമ്മുടെ വെബ്സൈറ്റ് സെറ്റായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വൺസ് നമ്മുടെ വെബ്സൈറ്റ് സെറ്റായി ഓരോ കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഓർഡേഴ്സ് വന്ന് കിടക്കുന്ന സ്ഥലം, അപ്പോൾ എല്ലാ ഓർഡേഴ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഓർഡേഴ്സ് കാണുന്ന സ്ഥലമാണ് ഇവിടെ. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൽ ഈ ഒരു സെഷൻ എന്ന് വെച്ചാൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, അത് ലൈക്ക് പോവേ നമുക്ക് മനസ്സിലാവും എന്തിനാണ്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സെക്ഷനാണ്. അതായത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇവിടേക്കും ആഡ് ചെയ്യുന്നത്, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഇത് കാണിക്കണില്ല, നമുക്കത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം അതിന് ഇച്ചിരി ടൈം എടുക്കും, പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നും കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതായിരിക്കും നോക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പതുക്കെ പുറകിൽ നമ്മൾ നോക്കാം. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇതിലോട്ട് എടുക്കണതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമുക്കുള്ളത് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ എല്ലാം ഇവിടേക്കും ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബട്ടൺ, ഈ ഒരു കസ്റ്റമർ പേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങണമെന്നായിരിക്കും. അപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട്സും ഗിഫ്റ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഫോൺ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ്, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇൻഫോർമേഷൻ്റെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ നമുക്കുള്ളത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നമ്മളിപ്പോൾ നോക്കണില്ല, കാരണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് വേറെ ആപ്സൊക്കെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ നോക്കണില്ല. പിന്നെ നമുക്കുള്ളത് ഇത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ഈ ഒരു സ്ഥലത്തായിരിക്കും ആ ഒരു ഡിസ്കൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യണത്. പിന്നെ കണ്ടൻറ്റിൽ മെയിനായിട്ട് നമുക്ക് ഈ മെനു എന്ന് പറഞ്ഞൊരു സംഭവമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഈ മെറ്റാ ഒബ്ജക്റ്റീവ് എല്ലാം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ ഈ ബ്ലോഗ് പോസ്റ്റും ഇമ്പോർട്ടൻ്റ്, കാരണം നമ്മൾ ബ്ലോഗൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു മെനുവിലാണ് നമ്മൾ ഫൂട്ടറും, ഗവൺമെൻറ് ഞാൻ വിളിക്കണം, ഫൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ മെനുവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിയാൻ പാടാത്തവർ കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കിയാൽ മതി, അതിൽ മനസ്സിലാവും. പിന്നെ ഈ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ തീമൊക്കെ ചെയ്യണ സമയത്താണ് ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുള്ളൂ. അത് നമുക്ക് വഴിയേ കാണാം. കാരണം നമുക്ക് ഇവിടെ ഫയൽ കുറേ നമ്മുടെ ക്രിയേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് വഴിയേ കാണാം. അപ്പോൾ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് നമ്മുടെ അനലറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേജ്. അപ്പോൾ ഈ ഒരു പേജ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ നമുക്ക് വായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ട്രാഫിക് അവിടെ നിന്ന് വന്നേക്കണം നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സെയിൽസ് ഏത് പ്രൊഡക്റ്റിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നും നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രോസ് സെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ റിട്ടേണിങ് കസ്റ്റമർ റേറ്റ്, അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചൊരു കസ്റ്റമർ തിരിച്ചു വന്നു, അതാണ് റിട്ടേണിങ് കസ്റ്റമർ. അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് രണ്ടാമത് വന്ന്, അപ്പോൾ ഒന്നില്ലെങ്കിൽ അതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന്, അങ്ങനെ എത്ര റിട്ടേൺ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഓർഡർ ഫുൾഫിൽമെൻറ്റ്, എത്ര ഓർഡേഴ്സ് ഫുൾഫിൽഡായി, പിന്നെ ടോട്ടൽ ഓർഡേഴ്സ് എത്രയാണ്. ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ ടോട്ടൽ ഓർഡർ അത് നമുക്കിവിടെ ഇന്നത്തെ ഓർഡർ ആണെങ്കിൽ ഇന്നത്തെ നോക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരാഴ്ചത്തെ അങ്ങനെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു 50 ആണെങ്കിൽ അത് ഇവിടെ 50 എന്ന് കാണിക്കും. പിന്നെ ടോട്ടൽ സെയിൽസ് ഓവർ ടൈം, ടോട്ടൽ സെയിൽസ് എന്തായിരുന്നെന്ന് ഇവിടേക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഒന്നും കാണിക്കില്ല കാരണം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പോയേക്കണ പൈസ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ടോട്ടൽ സെയിൽസ് ബൈ സെയിൽസ് ചാനൽ, അതായത് ഏത് ചാനലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ. അപ്പോൾ നമ്മുടെ ലൈക്ക് ഓൺലൈൻ സ്റ്റോറേ കാണിക്കുള്ളൂ, കാരണം നമ്മൾ ഓൺലൈൻ സ്റ്റോർ വഴിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൺലൈൻ സ്റ്റോറായിരിക്കും കാണിക്കുന്നത്. പിന്നെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ ടോട്ടൽ റവന്യൂ ഉണ്ട് വിചാരിക്കുക. നമ്മുടെ ടോട്ടൽ ഓർഡർ 50 ആണെന്നേക്കാം. അപ്പോൾ 1 ലക്ഷം ഡിവൈഡ് ബൈ 50 വരുമ്പോൾ ഒരു 2000, അതായിരിക്കും നമ്മുടെ ആവറേജ് ഓർഡർ വാല്യൂ വരുന്നത്. പിന്നെ അടുത്തത് ടോട്ടൽ സെയിൽസ് ബൈ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റിനാണ് ലൈക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടൽ സെയിൽസ്, ഓരോ പ്രൊഡക്റ്റിന് എന്തോരം സെയിൽസ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത സെഷൻ ഓവർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ഇംപ്രഷനായിരിക്കും വന്നത്. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് നോക്കി, അപ്പോൾ അയാളിപ്പോൾ ഒരു പ്രാവശ്യം നോക്കി, പിന്നെ രണ്ടാമത് പിന്നെയും വന്ന് നോക്കി കഴിഞ്ഞാൽ 2 എന്ന് കാണിക്കും, മനസ്സിലായി. അപ്പോൾ അത് ആൾക്കാരുടെ ഒന്നുമല്ല, എത്ര പ്രാവശ്യം ഒരാൾ എത്ര പ്രാവശ്യം നോക്കുന്നു അത്ര പ്രാവശ്യവും അത് വരും. അപ്പോൾ അതൊരു ആൾക്കാരുടെ എണ്ണമല്ല, അങ്ങനെ വിചാരിക്കരുത്, അതൊരു ഇംപ്രഷനാണ്. ഓക്കെ, അടുത്തത് കൺവേർഷൻ റേറ്റ് ഓവർ ടൈം. കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കൺവേർട്ടഡ് ആയി, അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എത്ര പേര് പ്രൊഡക്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി നിന്ന്, അത് കഴിഞ്ഞിട്ട് നോക്കി നിന്നാൽ മാത്രം പോരല്ലോ, പ്രൊഡക്റ്റ് എത്ര പേര് വാങ്ങിച്ചു, അതാണ് കൺവേർഷൻ റേറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 100 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത്, ഒരു 1000 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ കൺവേർഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതിൽ 100 പേര് പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ ഈ 100 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ 10% അതായിരിക്കും നമ്മുടെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ ഇവിടെ 10% കാണിക്കും. അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കൂടെ, അതായത് എത്ര പേര് ആ സെഷനിൽ തന്നെ നിന്നിട്ട് പോയി, എത്ര പേര് ആഡ് ടു കാർട്ട് ചെയ്ത് ആ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പോയി, അതിവിടെ കാണിക്കും. എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് സാധനം അങ്ങോട്ട് വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം, ചെക്കൗട്ടിൽ ആരൊക്കെ എത്തി, എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സെഷൻ ബൈ ഡിവൈസ് ടൈപ്പ്. അപ്പോൾ ഏത് ഡിവൈസിൽ കൂടെയാണ് ആൾക്കാർ കയറിക്കുന്നത്, ഇപ്പോൾ മൊബൈലാണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വരെയാണോ കയറിക്കുന്നതായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 95% മൊബൈൽ തന്നെ ആയിക്കുള്ളൂ, കാരണം എല്ലാവരും മൊബൈലിൽ നിന്നായിരിക്കും കയറുന്നത്. പിന്നെ സെഷൻ ബൈ ലൊക്കേഷൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് മനസ്സിലാവും ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണ് നമ്മുടെ വെബ്സൈറ്റ് കൂടുതൽ നോക്കണത്, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണ് കൂടുതൽ നോക്കണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. പിന്നെ ബാക്കിയുള്ള സെഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ എന്ന് വെച്ചാൽ ഇതാണ്, എന്താണ് ലാൻഡിങ്, സെഷൻ ബൈ ലാൻഡിങ് പേജ്. അതായത് നമ്മുടെ ഏത് പേജിലോട്ടാണ് ഒരാൾ വന്ന് വീണത്, നമ്മുടെ വെബ്സൈറ്റിൽ ഏത് പേജിലോട്ടാണ് ലാൻഡ് ചെയ്തേക്കുന്നത് ഒരു കസ്റ്റമർ. അത് സത്യം പറഞ്ഞാൽ ബേസിക്കലി അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു വാട്ടർ ബോട്ടിൽ തുടങ്ങിയിട്ടുണ്ട്, അതിനാണ് നമ്മൾ ആഡ് ഇട്ടേക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പേജിലോട്ടായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ പേജായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കാര്യങ്ങളല്ല. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് റിപ്പോർട്ട്സാണ്. അപ്പോൾ റിപ്പോർട്ട്സിൽ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഷോപ്പിഫൈൻ്റെ റിപ്പോർട്ട്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ബേസിക്കലി വേറെ ആപ്പ് ഉപയോഗിക്കും അതിനുവേണ്ടി. അത് ഞാൻ പതുക്കെ പറയാം. അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലൈവ് വ്യൂ എന്ന് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി പേജാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും കാണിക്കുന്നത് ഈ ഒരു പേജായിരിക്കും. ടോട്ടൽ സെയിൽസ് വന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പേജിലായിരിക്കും അവർ കാണിക്കുന്നത്. സമയം പോകാൻ ഈ ഒരു പേജ് മാത്രം മതി. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണോ എന്നുള്ളതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതൊരു റിയൽ ടൈം അല്ല. ഇപ്പോൾ ഇത് ഇവിടെ 0 ആയിരുന്നില്ല, ഇപ്പോൾ ഇവിടെ 1 ആയി. കാരണം ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റ് തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ 1 കാണിക്കുന്നത്. റിയൽ ടൈം അല്ല, ഞാൻ കുറച്ച് നേരം മുമ്പേ തുറന്നിട്ടാണ്. ഒരു 5 മിനിറ്റൊക്കെ എടുക്കും ഇവിടെ കാണിക്കാനായിട്ട്. അപ്പോൾ വൺസ് നമ്മൾ ആഡ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കുറേ ആൾക്കാർ കയറുന്നു. 1000, 2000, ലക്ഷക്കണക്കിന് ആൾക്കാർ കയറുന്നു. അതൊക്കെ നമുക്ക് ഇവിടേക്കും കാണാൻ പറ്റുന്നത്. ടോട്ടൽ സെയിൽസ് നമുക്ക് ഇവിടേക്കും വൺസ് നമ്മുടെ ഓർഡേഴ്സ് പ്ലേസ് ആവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ടോട്ടൽ സെയിൽസ് ഇവിടേക്കും കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇപ്പോൾ കാർട്ടിൽ നിൽക്കുന്നുണ്ട്, എത്ര പേര് ചെക്കൗട്ടിൽ നിൽക്കുന്നുണ്ട്, എത്ര പേര് പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇതിലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾ കാർട്ടിൽ നിൽക്കണമെങ്കിൽ ഇവിടെ 1 കാണിക്കും, മനസ്സിലായോ? അങ്ങനെ വൺസ് നമ്മൾ ആഡ് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് സെഷൻ ബൈ ലൊക്കേഷൻ. ഏത് ലൊക്കേഷനിൽ നിന്നാണ് ആൾക്കാർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ലൊക്കേഷനിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലോബ് ഇങ്ങനെ കറക്കി കളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എവിടെ നിന്നുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ സമയം പോകാൻ ഇത് മാത്രം മതി. ഇത് മാത്രം വൺ സെയിൽസൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു കൂളായിരിക്കും. പക്ഷേ സമയം അങ്ങനെ വെറുതെ കളയരുത്, ഇത് നോക്കിയിരുന്ന് സമയം കളയരുത്. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി അടുത്തത് വന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. പേജും പ്രിഫറൻസും നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ ഇവിടെ തീം നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലാണ് ചെയ്യാൻ പോണത്. പിന്നെ ഉള്ളത് ആപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആപ്പ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതെല്ലാം അവിടെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള സെക്ഷനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഓർഡേഴ്സ് വരുന്നത് അത് കാണുന്നത് എവിടെയാണ്, ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്ത് പ്രൊഡക്റ്റിനായിരുന്നു, എന്താണ് നമ്മുടെ കൺവേർഷൻ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ കാണുന്നത്, അതിൻ്റെ ബട്ടൺസ്, ഓപ്ഷൻസ്, ഡാഷ്ബോർഡ്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ ചെറിയ ബട്ടൺസിൻ്റെ ഉള്ളിലും ഈ ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ തന്നെ അവരെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ ആ സംഭവം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ അടിപൊളി സാധനമാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത സെഷനിൽ കാണുന്നത്. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം ഞാൻ പറയണ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിറച്ച് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, ഇതെന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയെന്ന് വെച്ചാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. എൻ്റെ ടീം ഉണ്ടെങ്കിലും ഇപ്പം നടക്കാത്തൊരു ഇതിലായി ഇപ്പം അതിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങണം, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങണതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നിങ്ങൾക്ക് ആഡ് ആവാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആഡ് ആവാം. എന്നിട്ട് അതിൽ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങോട്ടും സംസാരിക്കാം, അങ്ങനെ കാര്യങ്ങൾ നോക്കാം. അല്ലാതെ എനിക്ക് തോന്നണില്ല ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് എല്ലാവരെയും ഇതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഷോപ്പിഫൈ ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഷോപ്പിഫൈ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ബിൽഡ് ചെയ്ത് തരണം, ഞങ്ങളുടെ ടീം ബിൽഡ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബിൽഡ് ചെയ്ത് തരാം. നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ തീർന്നിരിക്കണു ഗൈസ്. അപ്പോൾ ഓണമാണ്, ബാക്കിയുള്ള ദിവസം അടിച്ചു പൊളിക്കുക, പോയി സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ഓണം ഗൈസ്. എൻ്റെ എല്ലാവിധ ഓണാശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഞാനും പോയി സദ്യ കഴിക്കട്ടെ.
നാളെ കാണാം. ഓക്കെ, ബൈ ഗൈസ്, അടുത്ത സെഷനിൽ.